ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചക്കയുടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ചക്ക കുറച്ച് വിളയിച്ചെടുത്തിട്ടുണ്ട്, പഴുത്തിയൊക്കെ വിളയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. ഒരു കാമുറി തേങ്ങയെ ചിരണ്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു 2-3 ഇച്ചിരി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി ശർക്കര, ഒരു ചെറിയൊരുണ്ട ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും ചതച്ചതും. പിന്നെ ഞാനിത് അതിലേക്ക് എടുക്കാനായിട്ട് എടനയുടെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എടനയില ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വാഴയില ആയാലും മതി. പിന്നെ അതിലേക്ക് ഞാൻ കൂട്ടാനായിട്ട് റവയാണ് എടുക്കുന്നത്. നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. തീ കത്തിച്ച് ചീനിച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കണമെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ, അതാ ഒന്നും കൂടെ ടേസ്റ്റ്. എനിക്ക് നെയ്യുടെ ചുവ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇപ്പം ചക്കക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ചക്കയുടെയും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. പഴുത്ത ചക്കയും കൊണ്ട് നമ്മൾ ചക്ക വരട്ടി നമ്മൾ വെക്കാറുണ്ട്. വരട്ടുന്നതൊക്കെ ഇനി അടുത്ത വീഡിയോകളിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഈ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഒന്ന് അറിയാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനൽ കാണും നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഇത് തേങ്ങാക്കൊത്ത് ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് തേങ്ങാക്കൊത്ത് മൂത്തത് എടുക്കാം, വറുത്തെടുത്ത് വയ്ക്കാം. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം. തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തിടണമൊന്നും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയത് മാത്രം എടുത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്തിടണമെന്നൊന്നും ഇല്ല, നിർബന്ധമൊന്നും ഇല്ല. നിങ്ങൾക്ക് തേങ്ങ ചിരണ്ടിയത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കൊത്ത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് റവ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. റവ നമ്മൾ വറുത്തതായാലും കുഴപ്പമില്ല, വറുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. റവയാണ് ഞാൻ എടുക്കുന്നത്. അരിപ്പൊടി ആണെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ റവയാണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് റവയാണ് ഇത്രയും ചക്ക വറുത്തിയതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. ഒരു ഗ്ലാസ് റവയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അല്പം ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്നത് എന്തുമാത്രമാണോ എടുക്കുന്നത് അതനുസരിച്ച് ശർക്കര കൂടുതൽ ചേർക്കുക. ഞാനൊരു ചെറിയൊരു ഉണ്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ശർക്കര ഒരു മുഴുവൻ ഉണ്ടയുടെ ഒരു അരഭാഗം ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊഴിച്ചു. അത്രയൊക്കെ മധുരം മതി ഞങ്ങൾക്ക്. കുറച്ച് അധികം മധുരം വേണ്ടവർക്ക് ഇച്ചിരി അധികം കൂടുതൽ ഒഴിക്കാം. അതിലേക്ക് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ടു. പിന്നെ ഞാനിത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഞാനിത് ഏലക്കയും ജീരകവും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിങ്ങനെ ഇളക്കി വെച്ചത് ഇടനേല എടുക്കുക. ഇടനേല എടുത്ത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ കോണായിട്ട് വേണം നമുക്ക് ഇടനേല എടുക്കാൻ. പിന്നെ നമ്മൾ സ്പൂണും കൊണ്ടോ കൈ കൊണ്ടോ ആണെങ്കിലും ഇതിലേക്ക് കോരി നിറച്ച് നമുക്ക് വയ്ക്കാം കണ്ടോ. ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കോർത്ത് വെച്ചാൽ മതി കണ്ടോ. നല്ല ഭംഗിയുള്ള കുമ്പിളപ്പം നമുക്ക് കിട്ടിയല്ലോ. ചില സ്ഥലങ്ങളിൽ ഇതിന് കുമ്പിളപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് നമുക്കിതായത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇത് ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും. എന്നിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ. വെന്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം.
ഇത് ചക്കയുടെയൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. ചക്കയുടെയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെല്ലാവരും ചക്കയുടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്കിതെല്ലാം എടുത്തൊന്ന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയുടെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. താങ്ക് യു.